ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ 3-4 ദിവസത്തേക്ക് ട്രിപ്പ് പോകുകയാണ്. അപ്പോൾ ഉമ്മയുടെ ഫാമിലി എല്ലാവരും കൂടിയാണ് പോണത്. ഇക്ക വരുന്നില്ല. അപ്പം എന്നെ ചേർത്തലയിൽ കൊണ്ടാക്കാൻ വേണ്ടി ഇക്ക വരുവാണ്. അപ്പോൾ ഞങ്ങൾ 3-4 ദിവസം ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കുവാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുകയാണ് കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ, പക്ഷേ ബസ്സൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇക്ക പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്തല ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് ഞാൻ ബസ് കയറി ആലപ്പുഴക്ക് വന്നപ്പോൾ ഉമ്മയുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ അനിയത്തിരുന്ന് ഓതുമൊക്കെയാണ്, കാരണം ഇത്രയും ലോങ് ട്രിപ്പ് പോകുവാണല്ലോ. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ആട്ടോ ഉമ്മയുടെ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് ട്രാവലറിൽ പോകുന്നത്. ഉമ്മയുടെ ഉമ്മ ഉൾപ്പെടെ മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മക്കളും ചെറുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലി എല്ലാവരും കൂടി പോകുന്ന ഒരു വൈബ് അത് വേറെ തന്നെയല്ലേ. പിന്നെ അറിയാലോ, പിള്ളേർ സെക്ഷൻ എല്ലാം ബാക്ക് സീറ്റ് പിടിച്ച് അവർ കയറി ഉടനെ തന്നെ ബാക്കിൽ അങ്ങോട്ട് ഇരുന്നേച്ച്. എനിക്ക് പിന്നെ പെർമനൻ്റ് ആയിട്ട് ഒരു സീറ്റ് തന്നെ ഉണ്ടായിരുന്നു. 4 ദിവസം ഞാൻ അവിടെ തന്നെ ആട്ടായിരുന്നു. പിന്നെ ഇതിൽ പാട്ടും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആയത് കാരണം യൂട്യൂബ് വീഡിയോ ബ്ലോക്ക് ചെയ്തിട്ടേക്കാട്ടോ. അത് കാരണം പിന്നെ രണ്ടാമത് എഡിറ്റ് ചെയ്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് കാരണം പാട്ട് കേൾക്കാൻ പറ്റാത്തത്. നമ്മളെപ്പോൾ എവിടെ എങ്ങോട്ട് പോയാലും ആദ്യത്തെ ആ ഒരു എനർജി, അതൊരു എനർജി തന്നെയാണ് കേട്ടോ. അടിച്ച് പൊളിച്ച് തകർത്താണ് ഞങ്ങളവിടെ ഡാൻസ് കളിച്ചത്. പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ കയറിയ അപ്പോൾ ഉള്ള ആ സന്തോഷം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളിൽ ഒരു ഫാമിലിയുടെ ബാഗെല്ലാം മിസ്സായിപ്പോയി. അതും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി. അപ്പം പിള്ളേരുടെ കയ്യിൽ കൊടുത്തതാണ് ട്രാവലറിൽ വെക്കാൻ വേണ്ടി. പക്ഷെ അവർ അത് വിട്ടുപോയി. എല്ലാവരും കൂടി ട്രാവലറിൽ കയറി കലവൂര് പകുതിയായപ്പോഴാണ് ബാഗ് ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞത്. പിന്നെ ഞങ്ങളെല്ലാവരും ആ ഒരു സങ്കടത്തിലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരാളുടെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യായിരുന്നു. പക്ഷേ ഒരു ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വല്ലാത്തൊരവസ്ഥയൊക്കെ തന്നെയാണ്. ഡ്രസ്സിനാണേലും പിള്ളേരുടെ ഡ്രസ്സിനാണേലും ഒക്കെ ആൾക്ക് പെട്ട നിമിഷമായിരുന്നു. ആകെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ ട്വിസ്റ്റ് പതിയെ വരുന്നുണ്ട്, അതൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ കണ്ട അവസ്ഥയാണ് നോക്കിയേ. കുറേ ഈച്ചകൾ, മീൻസ് നമ്മൾ ഈ കറണ്ട് പോകുമ്പോഴൊക്കെ ഇത് വരാറുണ്ട്, കുഞ്ഞു കുഞ്ഞു ഈച്ച. പക്ഷേ വീഡിയോ കാണുന്നത് പോലെയല്ല, ആ പെട്രോൾ പമ്പ് നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഒരു പയ്യനായിരുന്നു കേട്ടോ. ആ പുള്ളിക്കാരൻ ചെവിയും പൊത്തിയാണ് നിന്ന് അടിക്കുന്നത് പോലും. രാത്രി ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഒരു 10 മണി 11 മണി 12 മണിക്കൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷേ ഫ്രണ്ടിൽ എൻ്റെ ഇക്കായും മാമായും ഒന്നും ഉറങ്ങാണ്ട് ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വയനാട് എത്തി. ഒരു വെളുപ്പിന് 4:30-5 മണി ആ ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ.